ഇവിടെ പരസ്യങ്ങൾ കണ്ടു തുടങ്ങിയപ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയൊരു കാര്യമാണ് കേട്ടോ. അത് നമ്മളൊരു ബ്രാൻഡിന്റെ പരസ്യം കാണുമ്പം അവരതിൻ്റെ കൂടെ അവരുടെ കോമ്പറ്റീറ്റേഴ്സിന്റെ പേരും കാണിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളേതെങ്കിലും സൂപ്പർ മാർക്കറ്റിന്റെ പരസ്യമാണെന്നുണ്ടെങ്കിൽ ഇപ്പം ആൾഡിയുടെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വില കുറവുള്ള സാധനങ്ങൾക്ക് കിട്ടുന്നതല്ലേ. അപ്പം ആൾഡി പ്രൈസ് മാച്ച് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ആൾഡിയിൽ ഇത്ര രൂപയാണ്, ടെസ്കോയിൽ ഇത്ര രൂപയാണ്, ഞങ്ങൾക്ക് ഇത്ര രൂപയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കും. ആൾഡിയിൽ ഇങ്ങനെ ഓഫറാണ് കിടക്കുന്നത്, പക്ഷെ ഞങ്ങളുടെ ഇങ്ങനെ ഓഫറാണ് കിടക്കുന്നതെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടി ഞാൻ കണ്ട, അതായത് ഇന്ന് ഞാൻ ടെലിവിഷനിൽ കണ്ട ഒരു അഡ്വർടൈസ്മെന്റ് ആണ്. അതായത് ഗൂഗിൾ അറിയാലോ, ആർക്കും ഗൂഗിൾ അറിയാതെ പൊട്ടത്തി. അപ്പം ഗൂഗിൾ അറിയാലോ. അപ്പം അതിനൊരു കോമ്പറ്റേറ്റർ ആയിട്ട് go.com എന്ന് പറഞ്ഞൊരു സംഭവം, ബ്രൗസറാണ്, പുതിയൊരു ബ്രൗസറാണ്. അപ്പോൾ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ നിങ്ങളുടെ ഡാറ്റയൊക്കെ മോഷ്ടിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ സെർച്ച് ഹിസ്റ്ററിയൊക്കെ അവർ കീപ്പ് ചെയ്യുന്നൊക്കെ. അപ്പം ഈ ഒരു സംഭവത്തിൽ നമുക്ക് അനോണിമസ് ആയിട്ട് സെർച്ച് ചെയ്യാം. പക്ഷെ ഇത് ടെലിവിഷനിൽ വലിയൊരു ബ്രാൻഡായിട്ട് അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെന്റ് ആയിട്ട് വരും. അപ്പം ഞാനിതിനെ ആലോചിച്ചു, നമ്മുടെ നാട്ടിലൊക്കെ ഒരു ബ്രെഡിന്റെ പരസ്യം കാണിക്കും. ഇപ്പോൾ ടൂത്ത് പേസ്റ്റിന്റെ പരസ്യമാണെന്നുണ്ടെങ്കിൽ അവരതിൽ കമ്പയർ ചെയ്ത് കാണിക്കുന്ന ടൂത്ത് പേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈറ്റ് പ്രൊഡക്റ്റ്, അതുമ്പോൾ ബ്ലാക്കിൽ ടൂത്ത് പേസ്റ്റിന് എഴുതിയൊരു സംഭവം, അല്ലെങ്കിൽ ഒരു സോപ്പാണെന്നുണ്ടെങ്കിൽ വെറും പ്ലെയിൻ, ഒരു ലോഗോയോ അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത വേറൊരു പ്ലെയിൻ, ഒരു ചോപ്പ് സോപ്പ് അല്ലെങ്കിൽ പച്ച സോപ്പ് അല്ലെങ്കിൽ വെള്ള സോപ്പൊക്കെ കാണിക്കുള്ളൂ. അവരുടെ ഒന്നും ബ്രാൻഡ് നെയിം പറയാറില്ല അല്ലേ. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്നു ഇവിടെ.